ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ പുതുമ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മറ്റുള്ള ഒന്നിനെയും നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾ കണ്ട അവസാന വാക്ക്, അവസാനം എന്ന് പറയുന്നത് എല്ലാറ്റിനും ഉപരി എന്ന് പറയുന്നത് നമ്മൾ അമ്മയാണ്. ഒരു കാര്യത്തെ 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്ന പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യം മാത്രമാണ് റിയലായിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. ബിസിനസ് ടഫല്ല എങ്കിൽ എല്ലാവരും കയറി ബിസിനസ് ചെയ്യും. 2 lakhs ഏകദേശം 3 lakhsലൊക്കെ ലെൻസ് നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. ഫ്രെയിം അതുപോലെ തന്നെ 4 lakhs 5 lakhsൻ്റെ ഫ്രെയിം നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതെല്ലാം പരിചയപ്പെടുത്തിയത് മദറാണ്. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടുന്നവർ. അതിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രവാസികളായിരിക്കും അല്ലേ. കാരണം പ്രവാസ ജീവിതത്തിൽ നമ്മുടെ നാടിനെ ഒരുപാട് അവർക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആ സമയത്ത് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ ഒന്നും എടുക്കില്ല, മിസ്സിങ്ങുമായിട്ട് നടക്കും. പക്ഷെ എന്നാൽ ഒരു വ്യക്തി അങ്ങനെയല്ല. ആ ഒരു മിസ്സിങ്ങിനെ മാറ്റി സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് സ്വന്തം നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. MR ഗ്രൂപ്പ്. ഒരുപാട് ബിസിനസ് ഉണ്ട് അതിൻ്റെ കീഴിലുണ്ട്. മറ്റാരുമല്ല, MR ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ചെയർമാൻ ആയിട്ടുള്ള മുസ്തഫ ഇക്ക. ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരനായിട്ട് മാറിയത്. എന്നിട്ട് അവിടെയൊക്കെ പോയി ബിസിനസ്സും ചെയ്തു. അതാണ് ഇക്കയുടെ ഒരു പ്രത്യേകത. എങ്ങനെയാണ് ആ ഒരു ബിസിനസ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം, നമ്മുടെ നാട്ടിൽ തന്നെ ജയിച്ച് കാണിക്കണം എന്നൊക്കെ തോന്നിയത്? എനിക്ക് നമ്മുടെ നാട്, അല്ലെങ്കിൽ നമ്മുടെ മണ്ണ്, അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം, ഇതെനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഞാൻ പുറത്തു പോയാൽ, ഇവൻ ഇപ്പോൾ UAE ഞാൻ നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇവൻ മോർണിംഗിൽ പോയാൽ അന്നത്തെ എൻ്റെ മീറ്റിങ്ങും കാര്യങ്ങളും അന്ന് അവസാനിച്ചാൽ എനിക്ക് പിറ്റേ ദിവസം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരണം. അതാണ് എൻ്റെ ഒരു നമ്മുടെ നാടും നമ്മുടെ നാടിനെ കുറിച്ച് പലരും പല പോരായ്മകളും പറയുമെങ്കിലും എനിക്ക് നമ്മുടെ നാടിനെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ. ഞാൻ ഏകദേശം ഒരു 46ഓളം രാജ്യങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭംഗി, ആ ഒരു എനർജി, ആ ഒരു വൈബ്, അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതിനകത്ത് ഒരു ഡൗട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഉള്ള അവസരങ്ങളെ, ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏത് മേഖലയിലാണെങ്കിലും എന്തിലാണെങ്കിലും നമ്മൾ ആവശ്യക്കാരായിരിക്കണം. എൻ്റെ നാട്ടിൽ തിരിച്ചു വരണം, നമ്മുടെ നാട്ടിൽ തിരിച്ചു വരണം എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മണ്ണിനെയാണ്, നമ്മുടെ നാടിനെയാണ്, ഇന്ത്യയാണ്, പ്രത്യേകിച്ച് കേരളത്തെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആക്ടിവിറ്റി വേണം, നമുക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് മൂവ് ചെയ്യണം, നമുക്ക് ലൈഫ് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ ഫണ്ട് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ നാട്ടിലേക്ക് ഉള്ള ഒരു തിരിച്ചുവരവിൻ്റെ റീസൺ ഉണ്ടായത്. ഇപ്പൊ നാടെന്ന് പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത ഇഷ്ടമാണ്. തീർച്ചയായിട്ടും. എന്താണ് കാരണം, നമ്മൾ പ്രവാസികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ദുബായ് അവിടെയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി ഒരു ചെറിയ കേരളം തന്നെയാണെന്ന് വേണം പറയാം. കാരണം അത്രയും നാട്ടുകാരൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ നാടിന് സ്പെഷ്യാലിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്തായിരുന്നു? അതിനെ നമുക്കൊരു നെഗറ്റീവിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ ഡ്രൈവ് ചെയ്യുന്നത് UAE സിംഗപ്പൂരോ ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകും. പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല ആണല്ലോ. പക്ഷേ ഞാൻ ഇവിടുന്ന് എറണാകുളത്തിന് പോകുമ്പോഴേ എല്ലാ കുണ്ടും കുഴിയും ഓട്ടോറിക്ഷയും എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും അതിജീവിച്ച് ഞാൻ എറണാകുളത്ത് എത്തുമ്പോഴേ എൻ്റെ ഫീൽ എന്താ? യെസ് അല്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവായിട്ട് എടുക്കാം. ഒരു 100 കിലോമീറ്റർ നമ്മൾ UAE യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഒരു ഫ്ലാറ്റിലിരിക്കുന്ന ഫീല് മാത്രമേ നമുക്ക് ചെയ്യൂ. വേറെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ചെയ്യാനില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊരു 100 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട്, നമുക്ക് എന്തെല്ലാം കാണാനുണ്ട്. തീർച്ചയായിട്ടും നമ്മളവിടെ അജയനായിട്ടാണ് നമ്മളവിടെ തിരിച്ചെത്തുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തുന്നത്. അതൊരു വലിയ പോസിറ്റീവ് അല്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ റോഡുകളൊക്കെ നന്നാവുമ്പോ ഇക്കടെ മനസ്സിലുണ്ടാവും ജയം കുറഞ്ഞു. അല്ല, അത് സത്യം പറഞ്ഞാല് അതിങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക്. ഇത് കാണുമ്പോ
ശരിയാണ് കേട്ടോ. കാരണം നമുക്ക് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പോലെ കുണ്ടും കുഴിയൊക്കെ പോകുന്നു, അപ്പുറത്തെ ആളോടൊന്ന് ചിരിക്കുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ആളോടൊന്ന് ദേഷ്യപ്പെടുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരു രസകരമായ ഒരു എൻഗേജിങ് യാത്രയാണ്. തീർച്ചയായിട്ടും അതെ. തീർച്ചയായിട്ടും അത് അല്ല, എനിക്ക് തോന്നുന്നതേ ഒരു ഓണ്ടർപ്രണർ ആയതുകൊണ്ടായിരിക്കാം ഒരു പ്രതികൂല സാഹചര്യത്തിനെയും അതിനെ പോസിറ്റീവായിട്ട് കാണണം, അല്ലെങ്കിൽ അതിലൊരു പോസിറ്റീവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ പ്രകൃതിക്ക് വേണ്ട, ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ, ഞാനിപ്പോൾ സ്പെക്സിൻ്റെ ബിസിനസ് ചെയ്യുന്നു. ഓക്കെ, സാധാരണഗതിയിൽ ഒരു 40 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് വെള്ളെഴുത്ത് എന്ന് പറയുന്ന ഒരു അസുഖം വരും. അത് പ്രകൃതിയാണ്. ഈ പ്രകൃതി ആയതുകൊണ്ട് തന്നെ അതിന് സ്പെക്സ് അല്ലാതെ ഇന്ന് മറ്റൊരു പ്രതിവിധി ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബോണും അല്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങളൊക്കെ സൃഷ്ടിച്ച ദൈവത്തിന് ഇതിനൊരു ആജീവനാന്ത സിസ്റ്റമായിട്ട് വരുത്താമായിരുന്നു. അപ്പോൾ ഇത് എനിക്കും എന്നെ പോലുള്ള പലർക്കും ഇതിനൊരു അവസരം തന്നിരിക്കുകയാണ് ആണല്ലോ. അപ്പോൾ ഈ പ്രകൃതിക്ക് വേണ്ട ഒരു കാര്യമാണ് ഞാൻ നിർവഹിക്കുന്നത്. അത് ഭംഗിയായിട്ട് സത്യസന്ധമായിട്ട് നിർവഹിച്ചാൽ അത് എനിക്കത് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കത് വെച്ച് ജീവിക്കാം, എൻ്റെ അടുത്ത തലമുറക്ക് കൈമാറാം. അതായത് നമുക്കൊരു ആവശ്യമുണ്ടായി, പ്രകൃതി അതിനുള്ള ഒരു അവസരം ഒരുക്കി തരും. തീർച്ചയായിട്ടും അങ്ങനെ വേണം കാണാൻ. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സ്മാർട്ടാണ് അല്ലെങ്കിൽ എൻ്റെ കഴിവാണ് എന്ന് അങ്ങനെയൊന്നുമില്ല. പ്രകൃതി നമ്മളിൽ ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഭംഗിയായിട്ട് നിർവഹിച്ചാൽ ഈ പ്രകൃതിയിൽ നമുക്ക് നല്ല രീതിയിൽ ജീവിച്ച് മരിച്ചു പോവാം. സിമ്പിൾ. അല്ല, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം പ്രകൃതി നമ്മളെ ഏൽപ്പിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം, വിച്ച് മീൻസ് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്. തീർച്ചയായിട്ടും അവിടെ എന്റെ ഒരു കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാല്, പ്രകൃതി ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇക്കാൻ ഏൽപ്പിച്ചു. നമുക്ക് ഏതൊക്കെ ബിസിനസ്സുകൾ ഉണ്ട് ഈ ഒരു MR ഗ്രൂപ്പിന്റെ കീഴിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ? ഏതൊക്കെ? ഞാൻ പറയുന്നത് ജോണേഴ്സ് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, MR ഗ്രൂപ്പിന്റെ മദർ ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന സ്പെക്സ് നമ്മൾ കേരളത്തിൽ ഈ മേഖലയിൽ ടേൺ ഓവർ വെച്ച് കേരളത്തിലെ ഒരു ലാർജസ്റ്റ് ഡെന്റൽ ഓപ്റ്റിക്കൽ ചെയിനാണ് മദർ. അതെ, എനിക്ക് തോന്നുന്നു MR ഗ്രൂപ്പ് എന്നതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് അറിയുന്നത് മദർ സ്വാഭാവികം. മദർ ഒപ്റ്റിക്കൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ എല്ലായിടത്തും ഉണ്ട്, സ്വാഭാവികം. പിന്നെ മദർ ഡെന്റൽ എന്ന് പറയുന്ന ഡെന്റൽ ചെയിൻ, ഒരു 100+ ഡോക്ടേഴ്സുമായിട്ട് ഒരു ഏകദേശം 16 ബ്രാഞ്ചസ് കേരളത്തിൽ പ്ലസ് ദുബൈയിൽ UAE വർക്ക് ചെയ്യുന്നു. പിന്നെ അതുപോലെ നമ്മൾ പെട്രോളിയം, സിൽവർ, ഗോൾഡ്, ബിസിനസ് കൺസൾട്ടിങ് മേഖല, അതുപോലെയുള്ള മറ്റുള്ള മേഖലകളെല്ലാം ഉണ്ട്. എനിക്ക് ഒരു ഭയങ്കര വെറൈറ്റീസ് ആണ് ബിസിനസ്സിൽ എല്ലാവരും കൂടിയിട്ട് അല്ലേ? എല്ലാം ഒന്നിനൊന്നുള്ളതല്ല, പല പല മേഖലകളെയാണ് നമ്മൾ ഒരുമിപ്പിച്ച് MR ഗ്രൂപ്പിന്റെ കീഴിൽ കൊണ്ടുവന്നത്. സ്വാഭാവികം. സത്യം പറഞ്ഞാൽ എനിക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് വന്ന് ഒരു ബിസിനസ്സും ഞാൻ ചെയ്തിട്ടില്ല, ഇപ്പോൾ ചെയ്യുന്നുമില്ല. ആ ഒരു അവസരം, അതിനൊരു അവസരമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. ഇപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഐഫോൺ നിർമ്മിക്കുന്ന ആൾക്ക് നേരത്തെ ഫോൺ നിർമ്മിച്ച എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ പുള്ളിക്ക് നേരത്തെ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല. അപ്പോൾ എല്ലാം പുതുമകളാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് എൻ്റെ ബിസിനസ്. അതിനെ നമ്മൾ ബിസിനസ് എന്ന് വിളിക്കുന്നു, പക്ഷെ ഞാനത് എൻ്റെ ദൗത്യമായിട്ടാണ് കാണുന്നത്. എക്സാക്ട്ലി, അതാണ് എടുത്തു പറയുന്നത്, ദൗത്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് മദർ ഒപ്റ്റിക്കൽസ് തന്നെയായിരിക്കും. തീർച്ചയായിട്ടും മദർ ഒപ്റ്റിക്കൽസ്, മദർ ഡെന്റൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയ വിഷൻ ഉണ്ട് ആ മേഖലയിൽ. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്നത് ഈ 2 വിഭാഗത്തിലും നല്ല മദറാണ് ചെയ്യുന്നത്. പേരിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, മദർ. മദർ എന്ന് പറയുമ്പോൾ അത് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ ഇപ്പോൾ ഒരു 1.5 വർഷം മുമ്പ് മരണപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് വേറെ അർത്ഥങ്ങളൊന്നുമില്ല. മദർ എന്ന് പറയുന്ന അവരൊറ്റ അതെ, ദൈവത്തെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ മറ്റുള്ള ഒന്നിനെയും നമ്മൾ കണ്ടു, പക്ഷെ നമ്മൾ കണ്ട അവസാന വാക്ക്, അവസാനം എന്ന് പറയുന്ന എല്ലാറ്റിലും ഉപരി എന്ന് പറയുന്നത് നമ്മൾ അമ്മയാണ്. അമ്മ എങ്ങനെയാ ഭയങ്കര നമ്മളെടുത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഒറ്റ മകനാ. എനിക്ക് 6 പെങ്ങന്മാർ, ഞാൻ സെൻട്രലാണ് ഒരു മകൻ. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ എൻ്റെ മക്കൾ പോലും ഇങ്ങനെ ഒരു ഇത്തിരി സ്ലോ ആയിട്ട് നടക്കുന്ന കണ്ടാൽ പോലും അമ്മ അവരെ എന്താണ് ഇങ്ങനെയാണ് നടക്കേണ്ടത്,
എൻ്റെ എനർജി എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ ഓർമ്മകൾ ആണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഇഷ്ടമുള്ള മക്കൾക്ക് ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് കണക്റ്റ് ആവും. കാരണം അമ്മമാർ അതൊരു വികാരം തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രവാസി നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടനൊക്കെ ഫിലിമിലുള്ള പോലെ ഒരു പ്രവാസിയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്, ചുറ്റും നിൽക്കുന്ന ഒരുപാട് ആളുകൾ വരും, വന്നിട്ട് പറയും മോനെ നീ ഇതിൽ ബിസിനസ് ചെയ്യ്, അല്ലെങ്കിൽ നീ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യ്, ഈ ചായക്കട തുടങ്ങാം, അല്ലെങ്കിൽ അത് തുടങ്ങാം, ഇത് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ചുറ്റിനും ഒരുപാട് ആളുകളുണ്ടാവും. എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്? നമ്മളുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇതിൽ നിന്നാണ് എന്നുള്ള അങ്ങനെ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? എനിക്ക് എങ്ങനെയാണ്? ധാരാളം ആളുകൾ വന്നു. പക്ഷേ ഞാൻ എപ്പോഴും ആ ഒരു സാധ്യത, എനിക്ക് എന്ത് കാര്യവും മാനസികമായിട്ട് എനിക്കത് ഓക്കെ ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അത് ബിസിനസ് ആണെങ്കിലും എന്തും. അപ്പോൾ അതുപോലെ ആദ്യം ഫസ്റ്റ് ജ്വല്ലറി ബിസിനസ്സാണ്, മഹർ ഗോൾഡ് എന്ന് പറഞ്ഞ ജ്വല്ലറി ബിസിനസ്സാണ് നമ്മൾ ആദ്യം ചെയ്തത്. അതിന് ആ സമയത്ത് നല്ല സാധ്യത ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആ ബിസിനസ് നിന്നും ഇത്തിരി മാറി നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് കുറേ കൂടുതലായിട്ട് വേണം, നമ്മുടെ മറ്റുള്ള ബിസിനസ് പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫുൾ ടൈം അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ ഉള്ളൊരു താല്പര്യം എനിക്കില്ലാത്തത് കൊണ്ടാണ് മറ്റ് ബിസിനസ്സിലേക്ക് ഫോക്കസ് ചെയ്തത്. അതെ. മദർ ഒപ്റ്റിക്കൽസ് ഒക്കെ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സായിട്ട് മാറി, ഒരു ചെയിൻ ആയിട്ട് കൊണ്ടുവന്നതിന് എങ്ങനെയാണ് നമ്മൾ ഒരു ഷോറൂം തുടങ്ങുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ബിസിനസ് ഡെവലപ്മെന്റ് തന്നെയാണ്. പക്ഷെ അതൊരു ചെയിൻ സ്ട്രക്ചറിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഒരിക്കലും എളുപ്പമല്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ നല്ലൊരു ടീമുണ്ട്. എൻ്റെ GM ആവട്ടെ, DGM ആവട്ടെ, അതുപോലെ തന്നെ ഫൈനാൻസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ മേഖലകളിലും ഷോറൂം മാനേജേഴ്സ്, അവരെല്ലാം എൻ്റെ ഇവരൊന്നും സാധാരണ നമ്മൾ ഭംഗിവാക്ക് പറയുന്ന നമ്മൾ സാധാരണ ടീം മെമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് അതല്ല. ഇവരെല്ലാവരും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നേക്കാളേറെ അതിന് ഉത്തരവാദിത്തം അവർക്കാണ്. ഇപ്പം ഞാൻ പിന്നെ ഇത് പലർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് വെച്ച് ഞാൻ ഈ ഓപ്പണായിട്ട് പറയാണ്, ഞാൻ ചെക്ക് ഒപ്പിടൽ നിർത്തിയിട്ട് ഏകദേശം 15 വർഷമായി. ഒപ്പിടാറില്ല? ഇല്ല. ഒപ്പിടുന്നത് എൻ്റെ GM ആണ്. തീർച്ചയായിട്ടും അത് എനിക്ക് എന്നേക്കാൾ ട്രസ്റ്റ് പുള്ളിയാണ്. എന്നേക്കാൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു സിസ്റ്റമാണ് അത്. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിലേക്ക് അത് മൂവ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ വിശ്വാസം കൊടുക്കുമ്പോൾ വിശ്വാസം നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പം ഡെൻ്റൽ മേഖലയിൽ എൻ്റെ HOD ഉണ്ട്. പുള്ളി വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. പല കാര്യങ്ങൾക്കും എനിക്കെല്ലാം ടെൻഷൻ പുള്ളിക്കാണ്. എന്ത് വന്നാലും അതെ. ഇല്ല, നമ്മളത് അവർ ഹാൻഡിൽ ചെയ്യും. ഞാൻ പലപ്പോഴും പുറത്താണെങ്കിലും അല്ലെങ്കിൽ ട്രിപ്പിലാണെങ്കിലും എല്ലാം എനിക്ക് ഒരു 1 മന്ത് ഇപ്പോൾ മേഡം എൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള എൻ്റെ സെൽഫോൺ റിങ് ചെയ്യുന്നത്, എനിക്ക് ഒഫീഷ്യൽ കോൾസ് വളരെ കുറവായിരിക്കും. ശരിക്കും ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഓണ്ടർപ്രണേഴ്സൊക്കെ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അവർ വിചാരിക്കും ബിസിനസ് അത്രയും സിമ്പിളാണെന്ന് വിചാരിക്കും. ശരിക്കും ബിസിനസ് സിമ്പിളാണ്? ബിസിനസ് സിമ്പിൾ അല്ല. ബിസിനസ് സിമ്പിൾ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും ഇതിനകത്ത് അവസരം കിട്ടില്ലല്ലോ. ബിസിനസ് ഭയങ്കര ടഫാണ്. റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഈ റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് എന്ത് കാര്യത്തിലും എല്ലാറ്റിനും ഒരു എൻഡ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും നമ്മൾ മരിക്കും, അല്ലേ? അതിപ്പോൾ ഒരു 4 ദിവസം മുൻപായി അല്ലെങ്കിൽ ഒരു 10 വർഷം മുൻപായാലും ഇപ്പം എന്താ പ്രോബ്ലം? എന്തായാലും മരിക്കാനുള്ളതാണ്. അതിൽ നമ്മൾ ടെൻഷൻ എടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. കാര്യമില്ല, നമ്മുടെ കയ്യിലിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ബിസിനസ് ടഫല്ല എങ്കിൽ എല്ലാവരും കയറി ബിസിനസ് ചെയ്യും. നമ്മുടെ മൈൻഡ് സെറ്റ് ഇത് സിമ്പിളാണ് എന്ന് തോന്നുന്ന ഒരു അതായത് നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ബിസിനസ് തീർച്ചയായിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റോക്കറ്റ് വിക്ഷേപിക്കണം എന്ന് എൻ്റെ എനിക്കതിന് പറ്റുമെങ്കിൽ ഞാനത് ചെയ്യും. അത് എന്നാൽ വലിയൊരു നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ പറയും അതെ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ പല കാര്യങ്ങളും റോക്കറ്റ് സയൻസ് അല്ല. പക്ഷെ നമ്മൾ അതിന് തയ്യാറാണോ?
നമ്മുടെ കോൺഫിഡൻസിലാണ് ആ, ഈ തയ്യാറാണെങ്കിൽ നമുക്കത് സംഭവിച്ചേ പറ്റൂ. അത് പ്രകൃതി നിയമമാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. അതെ അതെ അതെ, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളൊരു കാര്യത്തെ കുറിച്ച് ഇഷ്ടപ്പെട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി അതിന് വേണ്ടി അതെ, 2 പ്രാവശ്യം ഒരു കാര്യത്തെ 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്ന പറയുന്നത്. ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ മനസ്സിൽ, ഉം. നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന കാര്യം മാത്രമാണ് റിയൽ ആയിട്ട് സൃഷ്ടിക്കപ്പെടുന്നത്. താജ്മഹൽ എന്ന് പറയുന്നത് ഷാജഹാന്റെ മനസ്സിലുദിച്ചതാണ്, അല്ലേ? അതെ. പിന്നെയാണ് അത് റിയാലിറ്റിയിലേക്ക് വരുന്നത്. സെയിം 2 വട്ടം സൃഷ്ടിക്കപ്പെടുന്നുണ്ട് Yes. ഓരോ കാര്യം. ഓരോ കാര്യവും 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടും. എൻ്റെ മെയിൻ കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവാസ ജീവിതം നമ്മൾ നിർത്തുന്നു, അത് കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ സെറ്റിൽ ആവുന്നു, നാട്ടിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ MR ഗ്രൂപ്പിന്റെ കീഴിൽ ഒരുപാട് ബിസിനസ്സുകളെ കൊണ്ടുവരുന്നു, 15 വർഷമായി ചെക്ക് ഒപ്പിട്ടിട്ടെന്ന് പറയുന്നു, എല്ലാം GM അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് എംപ്ലോയീസിനെ അത്രയും വിശ്വസിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ കുറച്ച് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബിസിനസ്സിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റുമോ? ആ, ഏറെക്കുറെ എല്ലാം ഞാൻ പറയാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് അതിനെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ശരിക്കും ഒപ്റ്റിക്കൽസിനെ തന്നെ എടുത്ത് പറയാം. ഒപ്റ്റിക്കൽസിൽ നമ്മളിപ്പോ കണ്ണട വെക്കുന്നുണ്ട്, ഈ ലെൻസ് ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതേ കുറിച്ചിട്ട് പറയുകയാണെങ്കിലും, അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു സ്പെക്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് വെക്കുന്നതാണ്, അല്ലെ? ഒരു മനുഷ്യന്റെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം എവിടെ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന ഭാഗം എന്ന് ചോദിച്ചാൽ അവന്റെ മുഖം. അതെ, അതിനകത്താണ് ഇവൻ കുടിയിരിക്കുന്നത്. ഏകദേശം ഒരു 20 years ബാക്ക് നമ്മൾ ഈ പ്രസ്ഥാനം, മദർ എന്ന് പറയുന്ന പ്രസ്ഥാനം നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇവിടെ ബ്രാൻഡ് വളരെ കുറവാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ റോട്ടിൽ പിന്നെ ബെൻസും റേഞ്ച് റോവറും പിന്നെ അതുപോലെയുള്ള ബൈക്കുകളെല്ലാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 lakhs സ്പെക്സ് എങ്കിലും വെക്കണ്ടേ? അങ്ങനെയാണ് ചിന്തിച്ചത്. യെസ്, സ്വാഭാവികം. അപ്പൊ അങ്ങനെയാണ് മദറിന്റെ ഫസ്റ്റിൽ വരുന്ന ആഡ് 1992 8 lakhs ആണ്. 99 രൂപ മുതൽ 8 ലക്ഷം വരെ വിലയുള്ള യെസ്, അതാണ് മദറിന്റെ പ്രൈസ് റേഞ്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ലെൻസ് എന്ന് പറയുമ്പോൾ 2 lakhs ഏകദേശം 3 lakhs ലെൻസ് നമ്മൾ പിന്നെ സെല് ചെയ്യുന്നുണ്ട്. ഫ്രെയിം അതുപോലെ തന്നെ 4 lakhs 5 lakhs ഫ്രെയിം നമ്മൾ സെല് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഇതെല്ലാം പരിചയപ്പെടുത്തിയത് മദറാണ്. കാരണം അതിൻ്റെ ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രവാസിയായിരുന്നു, പുറത്ത് ഈവൻ യൂറോപ്പിലും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഞാൻ കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്നും ഇത് എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഈ ഒരു സാധ്യത നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്നതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു സ്പെക്സ് നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും അത് വളരെ എന്താ പറയാ, രസകരമായ ഒരു കാര്യമാണ്. ഇത്രയും പ്രൈസ് റേഞ്ച് ഏറ്റവും സാധാരണക്കാർക്ക് മുതൽ ഏറ്റവും എക്സ്ട്രീം വരെ പ്രൈസ് റേഞ്ച് ഉണ്ട്. ഇപ്പൊ ഡെന്റലിന്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയാണ്? ഓക്കെ, ഡെന്റൽ പറഞ്ഞതുപോലെ തന്നെ അലൈനർ, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ അലൈനർ അവതരിപ്പിക്കുന്നത് മദറാണ്. അലൈനർ കണ്ടിട്ടില്ലേ? ഇപ്പൊ കമ്പിടുന്ന, യെസ്, കമ്പിക്ക് പകരമായിട്ട് വരുന്നത് അത് മദർ. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അലൈനർ സെല് ചെയ്യുന്നത് പിന്നെ മദറാണ്. അതുപോലെ ഡെന്റലുമായിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചു ക്ലിനിക്കുകളെല്ലാം ഈ അതിൻ്റെ ടെക്നോളജി യൂസ് ചെയ്യാൻ, ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സ്കാനർ ആവട്ടെ അല്ലെങ്കിൽ OPG ആവട്ടെ അതുപോലെയുള്ള ഇതിനെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് അവർ വളരെ ചെറിയ രീതിയിലായിരിക്കും ചെയ്യുക. അപ്പോൾ ആ ടെക്നോളജി യൂസ് ചെയ്യാൻ സാധാരണ ക്ലിനിക്കുകൾക്ക് പറ്റാതിരിക്കുമ്പോഴാണ് മദർ അതിനകത്ത് എക്സൽ ആവുന്നത്. അപ്പോൾ ആ ഒരു സാധ്യതയാണ് ഇന്ന് വേൾഡിൽ കിട്ടാവുന്ന, ഡെന്റൽ മേഖലയിൽ കിട്ടാവുന്ന എല്ലാ ടെക്നോളജിയും മദർ ഉപയോഗിക്കുന്നുണ്ട്. അതെ, അതാണ്. ഇനി ഇതിൽ രണ്ടിലൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും ഭംഗിയിൽ അവർ നോക്കുന്നത് അവരുടെ മുഖമായിരിക്കും. അതിൽ 2 മെയിൻ പാർട്ടുകളാണ് നമ്മൾ ഏറ്റെടുത്തു. അതെ, കണ്ണും പല്ലും. അതെ, മദർ കണ്ണിനും പല്ലിനും എന്നാണ് നമ്മുടെ ടാഗ്. ആണല്ലേ? ഓക്കെ, മദർ കണ്ണിനും പല്ലിനും. കാരണം നമ്മുടെ പുഞ്ചിരി, നമ്മുടെ നോട്ടം, ഈ രണ്ടുമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഡെലിവറി ചെയ്യുന്നത്. അതില് മദറിന് ഏറ്റവും ഒരു ബെസ്റ്റ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന കുറച്ച് മൊമെന്റ്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഇപ്പോൾ നമ്മുടെ ബിജു മേനോൻ ആവട്ടെ, അല്ലെങ്കിൽ അതുപോലെ ഇവരെല്ലാം നമ്മുടെ മദറിന്റെ സ്പെക്സ് എന്നതിൽ ഇപ്പോൾ പലരുടെയും പേര് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാതിരിക്കുന്നതാണ്. ഒരുപാട് സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ മാത്രമല്ല, നമ്മളൊരു മനുഷ്യന്
അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കാഴ്ച ഒരു ക്ലാരിറ്റി വരിക എന്ന് പറയുന്നത് വലിയ നമ്മൾ പലപ്പോഴും എന്നെ കിക്ക് ആക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ വളരെ റിയലായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നമ്മൾ 10 പേര് കൂടിയ ഒരു സദസ്സ്, ഓക്കെ, അതിനകത്ത് 10 പേര് കൂടുമ്പോൾ എന്തായാലും ഒരു 6 പേര് സ്പെക്സ് ധരിച്ച് കാണും, ഉറപ്പാ. വേണമെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചുരുങ്ങി നിൽക്കുക ഒരു ലിഫ്റ്റിനകത്ത് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഒരു 10 പേര് കയറിയിരിക്കുന്ന ലിഫ്റ്റ് ആണെങ്കിൽ 6 പേര് സ്പെക്സ് ധരിച്ചിരിക്കും. അത് ഞാൻ ഫ്ലൈറ്റിലാവട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഇതിൽ ഒരു 3-4 പേരെങ്കിലും ഞാൻ പരിചയപ്പെടും, ഓക്കെ. അതിൽ 6 പേരിൽ ഉറപ്പായിട്ടും ഒരു 3 പേര് മദറിന്റെ കസ്റ്റമർ ആയിരിക്കും. ഇതാണ് എനിക്ക് ബിസിനസ്സിൽ നൽകുന്ന ഏറ്റവും വലിയ കിക്ക് എന്ന് പറയുന്നത്. എനിക്കൊരു 10 കോടി രൂപ പ്രോഫിറ്റ് കിട്ടിയാൽ ആ ഹാപ്പിനെസ് എനിക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മളുടെ ചുറ്റും നിൽക്കുന്നവര് നമ്മുടെ കസ്റ്റമേഴ്സ് ആണെന്ന് മനസ്സിലാക്കും, അല്ലെങ്കിൽ നമുക്ക് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കും. കറക്റ്റ്. അതുപോലെ ഡെന്റൽ മേഖലയിലും പലപ്പോഴും നമ്മൾ യാദർശികമായിട്ട് പരിചയപ്പെടുന്ന ആളുകളെല്ലാം ഞാൻ നിങ്ങളുടെ പേഷ്യൻ്റാണ്, ഇന്ന ബ്രാഞ്ചിലായിരുന്നു നമ്മൾ പോയിരുന്നത്, നല്ല സർവീസായിരുന്നു, പിന്നെ ഇപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന അത് നമ്മൾ സഹജീവികൾക്ക് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഫൈനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതിനപ്പുറം നമ്മുടെ സഹജീവികൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യത്തിൽ അവരുടെ ലൈഫിൽ നമ്മൾ ഭാഗവാക്കായി എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ടാണ്. എല്ലാവരും ബന്ധുക്കളായി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ് മുന്നിൽ കാണുന്ന ജീവിതങ്ങൾ. തീർച്ചയായിട്ടും. ഇനി ബിസിനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ലിഖിത നിയമമാണെന്നൊക്കെ പറഞ്ഞ പോലെ ബിസിനസ്സിൽ സ്ട്രിക്റ്റ് ആയിട്ട് വെക്കുന്ന അതായത് നമ്മുടെ ഒരു ക്യാരക്ടറിൽ പറയുമല്ലോ നമ്മൾ ഇന്ന ഡിസിഷൻസ് ഞാൻ ഇങ്ങനെ മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് മാറ്റിട്ട് നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ്റെ അല്ലാത്ത രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലസ് പോയിന്റ് എന്താണ്? അങ്ങനെ പറഞ്ഞാൽ അത് ഇപ്പോൾ പലതും നമുക്ക് ഒരു തീരുമാനിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ ഗതിയിൽ ഒന്ന് പറയാം, ഇവിടെ നമ്മളെ കേരളത്തിൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം, നമ്മുടെ ബോർഡർ കടന്നാൽ, നമ്മുടെ വാളയാർ ബോർഡർ കടന്നാൽ അവിടെ അത് നിർബന്ധമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ കേരളത്തിൽ ഒരു കമ്മ്യൂണിറ്റിക്കും അമ്മാവനും മകളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. തമിഴ്നാട്ടിലോ? തമിഴ്നാട്ടിൽ പറ്റും, ചെയ്യണം, മുറപ്പെണ്ണാണ് അല്ലേ? അതുപോലെ ഇവിടെ ഇല്ലാത്ത നിയമം. അതെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യില്ല എന്ന് നമ്മൾ ചിലപ്പോ ബോർഡർ കടന്നാൽ, ഭൂഖണ്ഡം കടന്നാൽ മാറേണ്ടി വരും. സ്വാഭാവികം. മാറ്റങ്ങൾക്കൊപ്പം മാറുക. തീർച്ചയായിട്ടും മാറ്റത്തിന്റെ കൂടെയാണ് നമ്മൾ. ഇക്കയുടെ കൂടെ ഇത്ര നേരം സംസാരിച്ചപ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇക്കയുടെ സൗണ്ട് ഭയങ്കര രസമായിട്ടുള്ള, ഭയങ്കര ഒരു ബാസോടുള്ള സൗണ്ടാണ്. ഒപ്പം തന്നെ ആ ഒരു നമ്മൾ നേരത്തെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊത്തത്തിലെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ 2 വാക്ക് പറയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? അത് ഒന്ന്, ഇത് സാധാരണ ഇതിലിപ്പോ നമ്മള് വിഗ് വെക്കും, മുടി നട്ടുപിടിപ്പിക്കാനുള്ള സിസ്റ്റം ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ളത് എന്റെ പ്രൗഡാണ്. എന്റെ പ്രൗഡാണ്. അതിന് ഏറ്റവും വലിയ റീസൺ എന്താന്ന് വെച്ചാൽ എന്നെ ഒരു പ്രാവശ്യം കണ്ട ആള് എന്നെ മറക്കില്ല. ശരിയാ. ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കണ്ട അത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഏറ്റവും സൗന്ദര്യമുള്ള ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്? നമ്മുടെ മുഖമാണ്. അത് ഇവിടം വരെ ആണെങ്കിലോ മുഖത്തിന് വളർത്തിയെടുത്തതാണ്. പിന്നെ അതാണ് അതിന്റെ സത്യം. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്നെ ബാക്കിൽ നിന്ന് കണ്ടാലും എന്നെ തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ അതിനെ തൊട്ട് ഇല്ല, അതൊരു വലിയ പ്ലസ് ആണ്. തീർച്ചയായിട്ടും. എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മുട്ട അല്ലെങ്കിൽ എന്റെ കഷണ്ടിയെ കുറിച്ച് ഞാൻ 2 വാക്ക് പറയാം, കാരണം അത് എല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കണം. തീർച്ചയായിട്ടും. ഇക്കടെ ബിസിനസിന്റെ ആ ഒരു ലൈഫൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണ് ചെയ്യാനായിട്ട്? എനിക്ക് ട്രാവൽ ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ നന്നായിട്ട് ട്രാവൽ ചെയ്യും. അല്ല, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ മെൻഷൻ ചെയ്യണം. ഈ നമ്മുടെ ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. ഞാൻ ഖത്തർ ടെലിവിഷനിൽ ആണ് വർക്ക് ചെയ്തിരുന്നത്. ഖത്തർ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഖത്തർ ടെലിവിഷനിലവിടെ റോയൽ ഫാമിലിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ഖത്തർ ടെലിവിഷനിൽ ഒരു ഏകദേശം 12 വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞാണ് നാട്ടിൽ സെറ്റിൽ ചെയ്യുന്നത്. ഈ 12 വർഷത്തിൽ എത്ര രാജ്യങ്ങൾ കറങ്ങി? ഏകദേശം എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 46
കൺട്രികൾ ഞാൻ ഈ റോയൽ ഫാമിലിയുടെ കൂടെ തന്നെ യാത്ര ചെയ്തു. യാത്രകൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകളോട് യാത്രകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എന്താ പറയുക, യാത്രകളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാത്രകൾ നമ്മളെല്ലാം പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നു, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സത്യത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ജീവിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വില്ലേജിലോ ഒരു ജില്ലയിലോ അല്ലെങ്കിൽ ഒരു ഭൂഖണ്ഡത്തിലോ മാത്രം നിൽക്കേണ്ട ജീവിയല്ല മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ നമ്മുടെ പഴയ മനുഷ്യന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യന് നിർബന്ധിതാവസ്ഥയിൽ യാത്ര ചെയ്യേണ്ട അവസരങ്ങളായിരുന്നു. എല്ലാ കാലത്തും യുദ്ധവും. ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ വരെ യുദ്ധങ്ങളാണ് അല്ലേ? അപ്പോഴും മനുഷ്യൻ പലായനം ചെയ്യുകയാണ്. അപ്പോൾ ആ ഒരു പലായനം എന്നതിനപ്പുറം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ട ജീവിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എപ്പോഴും യാത്രകൾ തീർച്ചയായും വൺസ് ഇൻ എ വൈൽ റിട്ടേൺ ടു ഹോം ആയിരിക്കണം അല്ലേ? Correct. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. ഈ യാത്രകളിൽ ഏറ്റവും ആസ്വദിക്കുന്നത് എന്താണ്? കാരണം ഓരോ യാത്രയ്ക്കും ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കുമല്ലോ. ചില ആളുകൾക്ക് ഭക്ഷണമായിരിക്കും, ചില ആളുകൾക്ക് കാഴ്ചകളായിരിക്കും, ചില ആളുകൾക്ക് അവിടുത്തെ മനുഷ്യന്മാരായിരിക്കും. എനിക്ക് പ്രകൃതിയാണ് എന്നെ അട്രാക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനങ്ങളിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഞാനാണ് ബിൽഡ് ചെയ്യുക. ഞാൻ തന്നെ നട്ട് വളർത്തിയ പ്ലാന്റ്സ് ആണ്. എൻ്റെ ബ്രാഞ്ചുകളിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ എൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയാൽ പ്ലാന്റ് ഇല്ലാത്ത ഒരു ബ്രാഞ്ച് പോലും കാണാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, എന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു റീസൺ സെറ്റ് ചെയ്യാണ് ഞാൻ കൊണ്ടുവച്ച പ്ലാന്റ്. അതിനൊരു ലീഫ് വന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് ഞാൻ ചിലപ്പോൾ എൻ്റെ ബ്രാഞ്ചിലേക്ക് പോകുന്നത് അവിടെ സെയിൽ എന്ത് എന്ന് അറിയാനായിരിക്കില്ല. ആ ലീഫിന് ആ പ്ലാന്റിന് പുതിയ ലീഫ് വന്നോ എന്ന് നോക്കാനായിരിക്കും. ഇത് കാണുമ്പോ ബ്രാഞ്ചിലത്തെ ആളുകൾ പറയും, എംഡി വന്നത് നമ്മളെ കാണാനല്ല, ഈ ചെടിയെ കാണാൻ. അത് അവർക്ക് അറിയാം. അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യം പോയാൽ ഇതാണ് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല എനിക്ക് ഓഫ് കോഴ്സ് ഞാൻ ചോദിക്കുന്നില്ല ഏറ്റവും ബെസ്റ്റ് എവിടെയാണെന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഇതുപോലെയൊക്കെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു നാടാണ് അത് ചൈനയാണ്. ചൈനയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും കൂടി വികസിക്കും. അതെ, ശരിക്കും നാട് ഓടുമ്പോൾ നടുവ് ഓടുക എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ യൂറോപ്പിലൊന്നും ഒന്നും പുതുതായിട്ടൊന്നുമില്ല. 100 വർഷത്തിന് ശേഷം ഒരു ഡെവലപ്മെൻറ്റ്സും നടക്കാത്ത സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പാണ്. 100 വർഷത്തിന് ശേഷം ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ? മാത്രം. നേരെ മറിച്ച് നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചൈന എങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു എന്ന് ചോദിച്ചാൽ, ഈ 140 കോടി ജനങ്ങളുള്ള ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി മറ്റെവിടെ ഇല്ല. അത് മറ്റൊരു റീസണാണ്. നമ്മുടെ കേരളത്തിനെ കുറിച്ച് മാത്രം പറയുകയാണെങ്കിൽ നമ്മുടെ ഓണം, വിഷു, ഈസ്റ്റർ, ക്രിസ്മസ്, പെരുന്നാള്, നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് വേണ്ട നമ്മുടെ ആറ്റുകാൽ പൊങ്കാല, അതുപോലെ ഇതുപോലെ എത്ര കാര്യങ്ങൾ നമുക്ക് ആഘോഷിക്കാനുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവിടെ ഒരു ഇലക്ഷൻ പോലും നമുക്ക് ആഘോഷമാണ്. നമ്മള് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ നമുക്ക് പറ്റണം. ഇപ്പൊ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് അവിടുത്തെ റോഡ് വളരെ വിശാലമാണ്, 8 വരി പാതയാണ്, 12 വരി പാതയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ മലകളുണ്ടോ? അവിടെ നമ്മളെ പോലെയുള്ള പുഴകളുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പോലെ പ്രകൃതിയിൽ നമ്മുടെ സിംഹവാലൻ കുരങ്ങനുണ്ടോ? അത് ഈ സാധനങ്ങളൊന്നും ഇല്ലല്ലോ. വിശാലമായ മരുഭൂമിയിൽ അല്ലെങ്കിൽ വിശാലമായ സ്ഥലത്ത് എന്താ ചെയ്യാൻ പറ്റാത്തത്? പക്ഷെ നമ്മളെ നാട് എന്ന് പറയുമ്പോൾ പ്രകൃതി രമണീയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ഞാൻ യാത്രയുടെ കാര്യം പറഞ്ഞതുപോലെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇത്തിരി ഒന്ന് ലെഫ്റ്റ് റൈറ്റ് പിടിക്കേണ്ടതായിട്ട് വരും. സ്വാഭാവികം. തീർച്ചയായിട്ടും. കാരണം അത് ശരിയാണ് കേട്ടോ. നമ്മുടെ നാട് എന്ന് പറയുന്നത് ഒരു കൊച്ചു കേരളമാണ്. ആ കൊച്ചു കേരളത്തില് മലകള്, പുഴകള്, കടല്, കായല്, ഇതിന്റെ കൂടെ അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എത്രയും ആളുകൾ ജീവിക്കുന്നു, ബിസിനസ് ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് റോഡും. നമ്മുടെ നാടിന്റെ സൗന്ദര്യം കാണണമെങ്കിൽ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നമ്മൾ താഴോട്ട് നോക്കണം. ആണല്ലേ? ആ ഗ്രീനറിക്കകത്ത് ഇങ്ങനെ വളരെ ചെറുതായിട്ട് നമ്മളെ ഇങ്ങനെ ഒരു ചെറിയ പോലെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പുഴകളും നമ്മുടെ ബീച്ചുകളും അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മളെ വയലുകളും എല്ലാം കാണാൻ
ഭയങ്കര ഭംഗിയാ. ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇതിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ, കോഴിക്കോട് അതൊരു ഒരു ഫീലിങ്സ് ആണ്, ആ കൾച്ചറാണ്, കോഴിക്കോട്, മലപ്പുറം ഇതെല്ലാം നമ്മുടെ ഒരു വികാരമാണ്. യെസ്, തീർച്ചയായിട്ടും. അത് എവിടെ നമ്മൾ പോയാലും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലേക്ക്, ഫാമിലിയിലേക്ക് തിരിച്ചെത്തുക, ഫ്രണ്ട് സർക്കിളിലേക്ക് തിരിച്ചെത്തുക എന്ന് പറയുന്നത് അത് നമ്മൾ ഇവിടെയാണ്. നമ്മൾ ഈ ചേഞ്ച് എപ്പോഴും നമ്മൾ ഒരു 1 month നമ്മൾ പുറത്തായിരുന്നു, നമ്മൾ അടുത്ത് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഒരു പുതുമയാണ്. പലപ്പോഴും ഈ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ആ പുതുമ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. ഇനി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് മരിക്കും. നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇക്കയുടെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് സമൂഹത്തിനെ പറ്റിയും വ്യക്തിയെ പറ്റിയും ബിസിനസിനെ പറ്റിയും ഒക്കെ. ഇക്കയുടെ കാഴ്ചപ്പാടിൽ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആവരുത്? നമ്മൾ എന്താണോ അത് റിയൽ ആവുക, അതിനകത്ത് ആർട്ടിഫിഷ്യാലിറ്റി നമ്മൾ കൊണ്ടുവരാതിരിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ റിയലാണ്, ഞാൻ സംസാരിക്കുന്നത് റിയലായിരിക്കും, എൻ്റെ ആക്ടിവിറ്റി റിയലാണ്, എല്ലാ കാര്യങ്ങളും റിയലാണ്. നമുക്ക് ഒരു കാര്യം ഏറ്റവും പ്രയാസം എന്താ? നോ പറയാനാണ്, അല്ലേ? അതെ. എന്തുകൊണ്ടാണ് നോ പറയാൻ പ്രയാസം? റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ആവാൻ സാധിക്കുന്നില്ല എന്നുള്ളിടത്താണല്ലോ നമ്മൾ പലരും ചീറ്റ് ചെയ്യപ്പെടുന്നത്. എവിടെയാണ്? നോ പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ റിയൽ ആവുക എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മതി. ലോകത്തുള്ള എല്ലാ മനുഷ്യരും നമ്മൾ നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ്, പക്ഷെ നമ്മൾ സ്വന്തം മനസാക്ഷിയോട് അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് നമുക്ക് പറയാൻ പറ്റണം, ഐ ആം റൈറ്റ്. മതി, സുഖമായിട്ട് കിടന്നുറങ്ങാം. അതില്ല. അല്ല, ഇക്കയുടെ നോയ്ക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇക്കയുടെ ഈ സൗണ്ടിൽ നോ പറഞ്ഞാലേ ആരാണെങ്കിലും അപ്പുറത്തുനിന്ന് കേട്ടുന്നു പോകും. കാരണം ഇല്ലെങ്കിൽ അടുത്ത് ഇടി കിട്ടുക. കാരണം സൗണ്ടിന് ഒരു പവർ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഈ ബിസിനസ്സിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഫാമിലി എല്ലാവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? മക്കളൊക്കെ ഇൻവോൾവ് ആകും. എല്ലാവരും. പിന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എംപ്ലോയീസ് എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും. മകള് ഡെന്റിസ്റ്റ് ആണ്. പിന്നെ BArc കഴിഞ്ഞ ഒരാളുണ്ട്, MBA കഴിഞ്ഞ ആളുകളുണ്ട്. എല്ലാവരും പുറത്തൊക്കെ അവർ ഇൻവോൾവ് ആണ്, ഇവിടെ ഇൻവോൾവ് ആണ്. ഇതിനെല്ലാം അത് അവരിലേക്ക് സ്വാഭാവികമായിട്ടും ബിസിനസ് കാലോചിതമായിട്ട് മൂവ് ആവും. അതെ, നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മൾ ഈ പറയുന്ന പോലെ ചെടികളൊക്കെ വെച്ച്. അതെ, കറക്റ്റ്. ഇക്കയ്ക്ക് ഇനി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മാറ്റം അതെന്തായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, ഇത്രയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ ഒരു ഡ്രീം നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നേടിയിട്ടുണ്ട്. അത് വളരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സാധാരണ ഇതിൽ പേടിക്കുന്നൊരു കാര്യം മരണമാണ് എന്നൊക്കെ പറയും. മരണം ഇപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വന്നാൽ എന്താ പ്രോബ്ലം എന്ന് ചോദിക്കാൻ ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അങ്ങനെയൊന്നുമില്ല. ഞാൻ വളരെ ഹാപ്പിയാണ് എനിക്ക് കിട്ടിയ അവസരത്തെ എന്ന് പറയുമ്പോൾ ദൈവം നമുക്കൊരു അവസരം തന്നിരിക്കുകയാണല്ലോ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാനായിട്ട്. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ വളരെ എന്താ പറയുക, കൃതജ്ഞനാണ് നമ്മൾ എന്ന് പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ ഉള്ള ഇതാണ് എനിക്കുള്ള എൻ്റെ കൂടെ, അതായത് എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ അവരെ ആവശ്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ച് അവർ ഹാപ്പി ആയിട്ട് ഇപ്പോൾ സാധാരണഗതിയിൽ എൻ്റെ കൂടെ എൻ്റെ ഒരു ടീം മെമ്പർ അവൻ അല്ലെങ്കിൽ മെയിലാവട്ടെ ഫീമെയിലാവട്ടെ അല്ലെങ്കിൽ അവൻ എന്ന് വിളിക്കാം നമുക്ക്, അവനൊന്ന് ഹാപ്പി അല്ല എങ്കിൽ അവന് ലീവ് ലെറ്ററിനകത്ത് അല്ലെങ്കിൽ അവൻ ഇന്ന് ലീവ് മെയിൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഹാപ്പി അല്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് ജോബിന് വരുന്നില്ല എന്ന് പറയുന്നതിൽ എൻ്റെ സ്ഥാപനത്തിൽ വിരോധമില്ല. സാധാരണഗതിയിൽ സാധാരണ ഹാപ്പി അല്ലാത്ത ആളെ എനിക്ക് വേണ്ട. അയാള് ഇന്ന് എൻ്റെ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞിട്ട് അവരെ ഹാപ്പി അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഹാപ്പി അല്ലെങ്കിൽ ഒന്ന് ഒരു ലീവ് എടുക്കട്ടെ. നമ്മൾ സാധാരണഗതിയിൽ സ്ഥാപനങ്ങളിലെല്ലാം ഇന്ന് ഒരു എമർജൻസി ലീവ് ആണെങ്കിൽ അത് കുറെ കളവുകളാണ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുക, അല്ലേ? പക്ഷെ നമുക്കത് വേണ്ട, നമുക്ക് ചുമ്മാ ഹാപ്പി അല്ല എന്ന് എഴുതിയാൽ മതി. അതെ, സത്യമായി എഴുതണം. മതി. അതുപോലെ ബി റിയൽ, അതാണ്.
തീർച്ചയായിട്ടും അത് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഓണ്ടർപ്രണേഴ്സ് എങ്ങനെയാവണം എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മാറി ഒരു എംപ്ലോയി എങ്ങനെയാവണം എന്നുള്ളത് എക്സാക്ട് വേർഡ്സിലാണ് പറയുന്നത്. ബി റിയൽ. അത് മനസ്സിലാക്കുന്ന ഒരു എംപ്ലോയർ കൂടി ആണെങ്കിൽ അതിൽ സക്സസ് റേറ്റ് വളരെ നല്ലതാണ്. കാരണം എല്ലാ എംപ്ലോയീസും അത് മനസ്സിലാക്കണം എന്നില്ല. ഹാപ്പി അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും, എനിക്ക് തോന്നുന്നില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നുള്ളത്. അത് വളരെ റിയലാണ്. ഹാപ്പി അല്ലാത്ത ഒരാൾക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇത് എംപ്ലോയറും കൂടെ ശ്രദ്ധിക്കണം. ഹാപ്പി അല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഫീസിൽ വന്നാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതെ. എനിവേസ് ഒരുപാട് സന്തോഷം. ഈ പറയുന്നത് പോലെ ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ സാധിക്കട്ടെ, ഗ്രീനറിയിലൂടെ യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് ആളുകൾക്ക് ഈ പറയുന്നത് പോലെ റിയൽ ആവാനായിട്ടുള്ള ഒരു മാതൃകയായി മാറട്ടെ. താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. എന്താണെങ്കിലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു.